നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മലയാളിയടക്കം 10 നാവികർ കൊല്ലപ്പെട്ട സംഭവം രാജ്യത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വാരിപ്ലാക്കൽ അഖിൽ ജോയ് എന്ന 26 വയസ്സുകാരനാണ് മരിച്ചത്. വെള്ളരിക്കുണ്ടിലെ ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ്. ലീവിന് നാട്ടിൽ വന്ന് വിവാഹമുറപ്പിച്ച് 1 മാസം മുമ്പാണ് അഖിൽ തിരിച്ചുപോയത്. ഗോൾഡൻ ലിയോ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഒഡേസ തീരത്താണ് ആക്രമണം ഉണ്ടായത്. ഇന്ത്യൻ സിറിയൻ നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ഭക്ഷ്യധാന്യങ്ങൾ നിറച്ച കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. 8 പേരെ രക്ഷപ്പെടുത്തിയതായി യുക്രൈൻ നാവികസേന അറിയിച്ചു. ആകെ 17 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ യുക്രൈൻ സ്വദേശിയായ പൈലറ്റും കൊല്ലപ്പെട്ടു. ജൂലൈ 20-ന് ശേഷം കരിങ്കടലിൽ 7 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. സമീപ ദിവസങ്ങളിൽ റഷ്യൻ നഗരങ്ങളിൽ യുക്രൈൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. കപ്പലിന് നേരെയാണ് റഷ്യൻ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഒഡേസ മേഖലയിൽ തുടർച്ചയായ റഷ്യൻ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജൂലൈയിൽ മാത്രം റഷ്യൻ ആക്രമണത്തിൽ 28 പേർ മരിച്ചതായി ഗവർണർ ഒലെ കിപ്പർ പറഞ്ഞു. കരിങ്കടലിൽ ചരക്കു കപ്പലുകൾക്ക് നേരെയുള്ള റഷ്യൻ ആക്രമണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. യുക്രൈന്റെ കാർഷിക കയറ്റുമതിയുടെ 2/3 ഭാഗവും ഈ പാത വഴിയാണ് കടന്നുപോകുന്നത്. റഷ്യയ്ക്ക് നേരെ യുക്രൈനും ആക്രമണം ശക്തമാക്കി. ജൂലൈ മാസത്തിൽ മാത്രം 183 റഷ്യൻ കപ്പലുകൾ ആക്രമിച്ചതായി യുക്രൈന്റെ ഡ്രോൺ സൈനിക കമാൻഡർ റോബർട്ട് ബ്രോവഡി പറഞ്ഞു. ഈ മോസ്കോ മേഖലയിലുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും യുക്രൈൻ ആക്രമണം തുടരുകയാണ്. 400ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ അധികൃതർ പറഞ്ഞു. 10 പേർക്ക് പരിക്കേറ്റു. യുക്രൈനിലെ ഹർക്കീവിലും റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ വ്യാപക നാശം ഉണ്ടായിട്ടുണ്ട്. കീവിൽ പാർപ്പിട സമുച്ചയങ്ങളുടെയും ഒട്ടേറെ കെട്ടിടങ്ങളും തകർന്നു വീണു. ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. റഷ്യൻ അതിർത്തിയോട് ചേർന്ന ഹർക്കീവിലും വ്യാപകമായി കെട്ടിടങ്ങൾ തകർന്നു. 4 പേർ കൊല്ലപ്പെട്ടു. വ്യോമ പ്രതിരോധത്തിനായുള്ള കൂടുതൽ പേട്രിയേറ്റ് മിസൈലുകൾക്ക് കഴിഞ്ഞയാഴ്ച US-ഉം യുക്രൈനും ധാരണയായി. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും അമേരിക്കയുടെ വ്യോമാക്രമണം. US ആക്രമണം കടുപ്പിച്ചതോടുകൂടി ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ടുള്ള തിരിച്ചടിയും വർദ്ധിപ്പിച്ചു. തങ്ങൾ ഇപ്പോൾ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വ്യോമാക്രമണങ്ങൾ ഇനിയും നേരിടേണ്ടി വന്നേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹം പ്രതിസന്ധികൾക്കിടയിലും സംഘർഷം ഒഴിവാക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുന്നുണ്ടെന്നും അറിയിച്ചു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന സമാധാന ചർച്ചകൾക്കായി ഇറാന്റെ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിലേക്ക് തിരിച്ച് അയച്ചിട്ടുണ്ട്. ഭൂഗർഭ മിസൈൽ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന തബ്രിസ്, രാജ്യത്തെ ഏക സിവിലിയൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷഹർ, പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിലാണ് US ശക്തമായ ആക്രമണം നടത്തിയത്. ഇറാൻ സൈന്യത്തിന്റെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വാർത്താവിനിമയ ശൃംഖലകൾ എന്നിവ തകർത്തതായി US സെൻട്രൽ കമാൻഡർ അറിയിച്ചു. US ആക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് മേഖലയിലെ US കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കി. US നാവികസേനയുടെ 5ാം ഫ്ലീറ്റ് സ്ഥിതി ചെയ്യുന്ന ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ബഹ്റൈന്റെ എയർ ട്രാഫിക് സിസ്റ്റത്തിന് നാശനഷ്ടമുണ്ടായെങ്കിലും വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. കുവൈത്തിലെ US സൈനിക താവളങ്ങളായ ക്യാമ്പ് അരിഫ്ജാനിലെ ഫിമാർസ് മിസൈൽ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് ഉപരിതല വ്യോമ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇറാൻ സേന അവകാശപ്പെട്ടു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ചെറുക്കുകയാണെന്ന് കുവൈറ്റ് സൈന്യം സ്ഥിരീകരിച്ചു. ഇതിന് പുറമെ ജോർദാനിൽ നിന്ന് ഇറാൻ വിക്ഷേപിച്ച 3 മിസൈലുകൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് ജോർദാൻ സേന തടഞ്ഞു. കഴിഞ്ഞ ആഴ്ച അവസാനം നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ജോർദാനിൽ നടന്ന ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. ഇറാഖിൽ ഇറാനിയൻ ഡ്രോൺ ബോംബ് നിർവീര്യമാക്കുന്നതിനിടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മറ്റൊരു സൈനികനും കൊല്ലപ്പെട്ടു. ഫെബ്രുവരിയിൽ തുടങ്ങിയ സംഘർഷത്തിൽ ഇതുവരെ 17 US സൈനികരാണ് ജീവൻ നഷ്ടമായത്. യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർ സൗദി അറേബ്യൻ തുറമുഖങ്ങൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തങ്ങളുടെ കപ്പലുകളെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും
നടപടികളും സ്വീകരിക്കുമെന്ന് സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിൽ മറുപടി നൽകി. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിന്റെയും ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിന്റെയും ഭാഗമായി ലെബനൻ സൈന്യം ഫ്രൂൺ, ഷ്രിഫ, സൗദാര, അൽഗർബിയ എന്നീ ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു തുടങ്ങിയതായി US വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാത്തതിനാൽ പൂർണ്ണമായി വിന്യാസം സാധ്യമായിട്ടില്ലെന്ന് ഫ്രൂൺ മേയർ ഹസൻ ബാസി വ്യക്തമാക്കി. ന്യൂയോർക്ക് സിറ്റി മേയർ ഹൊറാൻ വംദാനിയുടെ പ്രസ്താവനകൾ നിലനിൽക്കെ US സന്ദർശനത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. 2024 ഒക്ടോബറിൽ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹമാസിന്റെ പുതിയ പരമോന്നത നേതാവായി അഖിൽ അൽ-ഹയ തെരഞ്ഞെടുത്തു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്.